ഓരോ ദിവസത്തെയും ഗോസ്പൽ വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചിന്തിക്കുന്നത് ഈ ഗോസ്പൽ എന്നോട് എന്താണ് സംസാരിക്കുന്നത്, എന്നോട് പേഴ്സണലായിട്ട് എന്താണ് ഇത് പറയുന്നത്. സ്വകാര്യം വളരെ ഗൗരവത്തോടെ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു, അച്ഛൻ്റെ ഇന്നത്തെ ചിന്ത എനിക്കങ്ങോട്ട് സുഖിച്ചില്ല. അപ്പം ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു, ഞാൻ സുവിശേഷം പറയുന്നത് ആരെയും സുഖിപ്പിക്കാനല്ല. സ്വകാര്യം വളരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്, പറയാറുണ്ട്. ചില ആൾക്കാർ അത് അപ്സെറ്റാക്കും. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മിണ്ടാതിരിക്കുക, നീ ഇനി സംസാരിക്കരുത് എന്നൊരു ശകാരിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഗോസ്പലിലെ ബർത്തമ്യൂസ് എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ബർത്തമ്യൂസ് വഴിയരികിലിരുന്ന് ക്രിസ്തുവിന് വേണ്ടി നിലവിളിക്കുക. അപ്പോൾ ജനക്കൂട്ടം അവനെ നിരുത്സാഹപ്പെടുത്തി, മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് ശകാരിക്കുകയാണ്. ആ സമയത്ത് ബർത്തമ്യൂസ് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറയാം. ഇതാണ് ഇൻസ്പിറേഷൻ, കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുക. സ്വകാര്യം എൻ്റെ നിലവിളിയാണ്. എൻ്റെ കാഴ്ചയുടെയും വിശുദ്ധിയുടെയും അറിവിൻ്റെയൊക്കെ കുറവതിൻ്റെ അകത്തുണ്ട്, പക്ഷേ അത് എൻ്റെ നിലവിളിയാണ്. ഈ ലോകത്ത് പല ആൾക്കാർക്ക് ഉച്ചത്തിൽ നിലവിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ നിശബ്ദരാക്കപ്പെടുന്നു. പേടിയാണ്. ബർത്തമ്യൂസിനെ പോലെ നമുക്കങ്ങോട്ട് നിലവിളികൾ തുടരാം.